അതെ, ഇന്ന് നമുക്ക് തല കിട്ടിയിട്ടുണ്ട്. അത് കേരത്തലയാണെന്നാണ് തോന്നണേ. അപ്പോൾ ഇന്നത്തെ പരിപാടി തലക്കറി വെക്കലാണ് ട്ടോ. കറി സെറ്റായാലും ഇന്ന് തോരൻ വെക്കാനൊന്നുമില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ നോട്ടം ഇട്ട് വെച്ചിട്ടുള്ള കൊടപ്പൻ അല്ലെങ്കിൽ ചുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക കൂമ്പ് അത് കിട്ടിയിട്ടുണ്ട്. പണ്ടൊക്കെയാണ് ഈ കൂമ്പിൻ്റെ അകത്ത് നിന്ന് തേനൊക്കെ കുടിച്ചത് പണ്ടത്തെ സമയത്ത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ സംഭവം എനിക്കകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി തേൻ, നല്ല കട്ടയായിട്ട് ജെല്ല് പോലെ ഇരിക്കുന്ന തേനാണ് കിട്ടിയത്. അപ്പോൾ നേരെ അടുക്കളയിലേക്ക് വന്ന് നമ്മുടെ കറി ഒന്ന് സെറ്റാക്കാമെന്ന് കരുതിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ ഉള്ളിയൊക്കെ ചേർത്ത് നല്ലോണം വഴറ്റിയൊക്കെ വെച്ചു. അതിൻ്റെ ഇടയ്ക്കൊക്കെ മഖാന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ടിന്നിലാക്കി വെച്ചു. വലിയ വികാരം ഇല്ലായിരുന്നു, കാരണം അത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാലാണ് നല്ല അടിപൊളി ടേസ്റ്റ്. എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വെള്ളം ചേർത്ത് ഒന്ന് കുറുക്കിയൊക്കെ എടുത്ത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഉച്ചക്കത്തെ ഫുൾ മീൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തലക്കറിയുടെ ഫുൾ റെസിപ്പി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി തലക്കറി ആയിരുന്നു. നല്ല പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ആ മൂടി തുറന്നിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ ഇത് ആഡ് ചെയ്താൽ നമ്മുടെ ആ കറിക്ക് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും. നല്ല കപ്പയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റിയൊരു ഇതായിരുന്നു. അങ്ങനെ നമ്മുടെ കൂമ്പിൻ്റെ ആ ഒരു ചൊട്ടയൊക്കെ എടുത്ത് കളഞ്ഞു. കൂമ്പ് കുനുകുന അരിഞ്ഞ് ആ ഒരു കൂമ്പിൻ്റെ തോരൻ കൊണ്ടും കൂടെ ആക്കിയപ്പം സെറ്റായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ.